മട്ടന്നൂർ നീർവേലിയിൽ പെരുമ്പാമ്പിന്റെ മുന്നിൽ നിന്ന് 10 വയസ്സുകാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വനംവകുപ്പ് ജീവനക്കാരെത്തി പാമ്പിനെ പിന്നീട് പിടികൂടിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. അരുൺ, അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് അരുൺ? റിജിത്ത്, നിർവേലിയിൽ ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നഷ്ഫ. സ്ഥിരമായി ആ വീട്ടിലെ സെൻട്രൽ ഹാളിനോട് ചേർന്ന ഭാഗത്ത് നിന്നാണ്, അവിടെ ടേബിളും അതോടൊപ്പം തന്നെ കസേരകളുമുണ്ട്, അവിടെ ഇരുന്നാണ് പഠിക്കാറുള്ളത്. അതിനിടെ ഇന്നലെ രാത്രി പഠിക്കാനായി അവിടത്തേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഈ കസേരയുടെ മുകളിൽ ഈ പെരുമ്പാമ്പിനെ ഇത്തരത്തിൽ കണ്ടത്. വലിയ പെരുമ്പാമ്പാണ്, നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പെട്ടെന്ന് കുട്ടി നിലവിളിച്ച് ബന്ധുക്കൾ ഉൾപ്പെടെ വീട്ടിൽ തന്നെ മറ്റു ബന്ധുക്കളുണ്ടായിരുന്നു. ബന്ധുക്കൾ ഓടിയെത്തി. അപ്പോഴേക്കും ഈ പെരുമ്പാമ്പ് കസേരയിൽ നിന്ന് ഇഴഞ്ഞ് ഈ പുറത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ അവിടെ പെട്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും മറ്റ് ജീവനക്കാരെയും നാട്ടുകാരെയൊക്കെ വിവരം അറിയിച്ചു. അവരെത്തി ഈ പെരുമ്പാമ്പിനെ പിടികൂടി. അത് ഈ വീട് ഉള്ളത് ഒരു വനമേഖലയല്ല, അടുത്തൊന്നും വനമേഖലയില്ല. പക്ഷേ ഇതെങ്ങനെയാണ് അങ്ങോട്ട് എത്തിയതെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഈ മഴക്കാലമായതോടെ തന്നെ ഈ വീടുകളിലും വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഈ പെരുമ്പാമ്പിനെയും മറ്റ് വിഷപ്പാമ്പുകളെയൊക്കെ കാണുന്ന സംഭവങ്ങൾ പതിവായിട്ടുണ്ട്. ഇതിപ്പോൾ അല്പം കൂടി ഒരു തലനാരിഴക്കാണ് കുട്ടി രക്ഷപ്പെട്ടതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥിരമായി പഠിക്കുന്ന കസേരയും അതോടൊപ്പം തന്നെ ടേബിളൊക്കെ ഉണ്ടായിരുന്ന ഭാഗത്താണ്, ആ കസേരയുടെ മുകളിലായിട്ടാണ് ഈ പെരുമ്പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് കുട്ടി അത് കണ്ട് തിരിച്ചറിഞ്ഞതോടെ വലിയ അപകടം ഒഴിവാവുകയും ചെയ്തു. എന്തായാലും ഈ പാമ്പിനെ പിടികൂടി വനത്തിലേക്ക് തുറന്നുവിട്ടിട്ടുണ്ട്. ശരി, കണ്ണൂർ മട്ടന്നൂർ നീർവേലിയിലാണ് പെരുമ്പാമ്പിനെ പിടികൂടിയിരിക്കുന്നത്.